എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ വേദമണിമുത്ത് എന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മന്ത്രവാദം എന്നാൽ എന്ത്, അല്ലെങ്കിൽ മന്ത്രവാദി എന്ന് പറയുന്നത് ആര് എന്നതിനെക്കുറിച്ചാണ്. എന്താണ് മന്ത്രവാദം? മന്ത്രവാദം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം മന്ത്രത്തെ ഉച്ചരിക്കുന്നവൻ, അത്രയേ ഉള്ളൂ. അതിനർത്ഥം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മന്ത്രത്തെ ഉച്ചരിക്കുന്നവൻ മന്ത്രവാദി, അത്രയേ ഉള്ളൂ. അപ്പം മന്ത്രവാദം എന്ന് പറയുന്നത് മന്ത്രത്തെ ഉച്ചരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത് ആര് മന്ത്രം ചൊല്ലിയാലും, ഒരു സ്ത്രീ ചൊല്ലിയാലും, ഒരു ക്ഷേത്രത്തിലുള്ള ആൾ ചൊല്ലിയാലും, പുറത്തുള്ള ഒരാൾ ചൊല്ലിയാലും, ഒരു കുട്ടി ചൊല്ലിയാലും, മന്ത്രം ആര് പറയുന്നു അയാൾ മന്ത്രവാദി. മന്ത്രവാദം എന്ന് പറയുന്ന വാക്കിന് അത്രയേ അർത്ഥമുള്ളൂ. ഇതിനെ പല രീതിയിൽ ചിത്രീകരിച്ച് ആളുകൾ വലിയ രീതിയിൽ ദുർമന്ത്രവാദമെന്നും അല്ലെങ്കിൽ ആഭിചാരമെന്നും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ ഒരുപാട് ഇതിനെ വിശകലനം ചെയ്യുന്നുണ്ട് ആളുകൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6 രീതിയിലാണ് മന്ത്രവാദം ഉള്ളത്. 6 രീതിയിലേ മന്ത്രവാദമുള്ളൂ. ആ 6 രീതിയിലുള്ള മന്ത്രവാദം എന്ന് പറയുന്നത്, നമ്മൾ ശാന്തി എന്ന് പറയുന്ന ആദ്യത്തെ ഒരു ഭാഗം, ശാന്തി എന്ന് പറയും. ശാന്തി എന്ന് പറയുന്നത് നമുക്ക് ഒരു രോഗത്തിന് മുക്തി വരുത്തിയാലും അതിന് രോഗശാന്തി എന്ന് പറയുന്നത്, ഒരു ബാധയിൽ നമ്മൾ മുക്തി വരുത്തിയാലും ബാധാശാന്തി എന്ന് പറയും. അപ്പം ശാന്തി കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കർമ്മം, നമുക്കൊരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിലെ അതിജീവിച്ച് നമുക്കൊരു ശാന്തി, ഒരു സമാധാനം കിട്ടുക എന്നുള്ളതാണ് ഈ ശാന്തി കർമ്മത്തിൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടി ഒരുപാട് പൂജാവിധികളുണ്ട്. ഏത് രീതിയിലാണോ നമ്മളെ ഓരോ കാര്യങ്ങൾ ബാധിച്ചിരിക്കുന്നത്, ആ ബാധിച്ചിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ മാറ്റിവിടുക, അല്ലെങ്കിൽ അതിനെ ഉന്മൂലനം ചെയ്ത് കളയുക, അതിൽ നിന്ന് നമുക്ക് മോക്ഷം കിട്ടുക, അല്ലെങ്കിൽ ശാന്തി കിട്ടുക. ഇതിനാണ് ശാന്തി കർമ്മം എന്ന് പറയുന്നത്. രണ്ടാമത് വശ്യം എന്ന് പറയും. വശ്യം എന്ന് പറയുന്നത് ഇതൊക്കെ ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ് ഇതൊക്കെ. അതായത് ഇന്നോ ഇന്നലെയോ ആരും കണ്ടുപിടിച്ചതോ അല്ലെ പുതിയതായിട്ട് ഇവിടെ പൊട്ടിമുളച്ചതോ ഒന്നുമല്ല. അപ്പം ഇത് നമ്മൾ രാജകാലത്ത് തന്നെ ഉണ്ടായിരുന്നതാണ് വശ്യം എന്ന് പറഞ്ഞത്. രാജവശ്യം, പതിവശ്യം, പത്നിവശ്യം, അങ്ങനെ ഒരുപാട് വശ്യമുണ്ട്. ലോകവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് മരുന്നുകളും മന്ത്രങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള നമ്മൾ ചില മരുന്നുകൾ കൂട്ടി ചേർത്ത് അല്ലെ കൂട്ടി ഉരച്ചുണ്ടാക്കി കൂട്ടി ചാലിച്ചെടുത്ത് നമ്മൾ തിലകം തൊട്ട് കഴിഞ്ഞാൽ വശ്യമാണ്. ലോകവശ്യമൊക്കെ സാധിക്കുന്നത് അതൊക്കെ വരും വീഡിയോകളിൽ ഞാൻ സംസാരിക്കാം. അപ്പം അങ്ങനെ ലോകവശ്യമുണ്ട്, പതിവശ്യമുണ്ട്, പത്നിവശ്യമുണ്ട്, അങ്ങനെ ഒരുപാട് വശ്യങ്ങളുണ്ട്. നമുക്ക് ആരെ വേണേലും വശീകരിക്കാൻ പറ്റും. ആ വശ്യം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പം ഒരു അന്നത്തെ കാലത്ത് രാജാവിനെ വരെ വശ്യം ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പം രാജാവിനെ വരെ വശ്യം ചെയ്യാൻ കഴിയുമായിരുന്നു പറയുമ്പോഴത്തേനും അതാണ് രാജവശ്യം എന്ന് പറയുന്നത്. ഒരു രാജാവിനെ നമ്മൾ വശീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതിന് എതിർവാക്ക് രാജാവ് പോലും പറയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മളൊരു ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ആ സ്ഥാപനത്തിൽ മേലുദ്യോഗസ്ഥന്മാർ കാണും. അപ്പോൾ മേലുദ്യോഗസ്ഥന്മാർക്ക് നമ്മളോട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും കലിപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ ആ മേലുദ്യോഗസ്ഥനെ വശീകരിക്കാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ചില മരുന്നുകൾ, ചില യന്ത്രങ്ങൾ, ചില മന്ത്രങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മളവിടെ സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ അവിടെ കൊണ്ടിടുകയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മൾ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ തിലകം തൊട്ടുകൊണ്ട് ചെല്ലുകയോ ഇങ്ങനെയൊക്കെ ചെന്ന് കഴിഞ്ഞാലൊക്കെ നമുക്ക് വശ്യമാകും. ഇതാണ് വശ്യം എന്ന് പറയുന്ന ഒരു ക്രിയ. അപ്പം അടുത്തത് വിദ്വേഷം എന്ന് പറയും. മൂന്നാമത്തെ വിദ്വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ പിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഒരു കൂട്ടിൽ തത്ത പോലെ ഒന്നിച്ച് കഴിയുന്ന ഒരു ദമ്പതികളെ കൂട്ടിപ്പിരിക്കാം. 2 കൂട്ടുകാർ തമ്മിൽ അടിച്ചു പിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ 2 കുടുംബങ്ങൾ തമ്മിൽ അടിച്ചു പിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പല രീതിയിലും, അതായത് പല രീതിയിലും നമുക്കിതിനെ ഒരു വിദ്വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലിപ്പിരിക്കുക എന്നുള്ളത്, വേർപെടുത്തി കളയുക എന്നുള്ളതാണ്. അപ്പം വിദ്വേഷം എന്ന് പറയുന്നത്. അപ്പം അത് വിദ്വേഷം ഉണ്ടാക്കിയെടുക്കുക, അതായത് നമ്മൾ സ്നേഹിച്ചിരിക്കുന്ന 2 വ്യക്തികൾ തമ്മിൽ പിണക്കം ഉണ്ടാക്കുക എന്നുള്ളതാണ്.
അപ്പോൾ അങ്ങനെ പിണക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഇവർ പിന്നെ ഒരിക്കലും പിന്നെ ഒന്നാവില്ല. അവർ രണ്ട് എതിർ ശക്തികളായിട്ട് മാറത്തുള്ളൂ. ഇതിനെയാണ് വിദ്വേഷം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉച്ചാടനമാണ്. ഉച്ചാടനം എന്ന് പറയുന്നാൽ നാട് കടത്തുക എന്ന് പറയും. നാട് കടത്തുക. അപ്പം നാട് കടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ആളുകളൊന്നും ഇല്ല. പണ്ടത്തെ കാലത്ത് ഒരുപാട് രാക്ഷസ സ്വഭാവമുള്ള ആളുകളൊക്കെ അന്നത്തെ കാലത്ത് ജീവിച്ചു. ആരെയും അംഗീകരിക്കാതെ വീട്ടുകാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയും മക്കളെ പോലും അംഗീകരിക്കാനും തന്തേനെ തള്ളരെ പോലും അംഗീകരിക്കാത്ത രീതിയിലുള്ള രാക്ഷസ സ്വഭാവമുള്ള മനുഷ്യരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് അന്ന് ഇങ്ങനെയുള്ള ആളുകളെ നാടിനും ദോഷമായിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇവരെ നാട്ടിൽ നിന്ന് ഓടിച്ചു വിടുക എന്നുള്ളതാണ് ഈ ഉച്ചാടനം എന്ന് പറയുക. അങ്ങനെ നാട്ടിൽ നിന്ന് ഓടിച്ചു വിടുക എന്നുള്ളതാണ്. ഇനി ഉച്ചാടനം എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് ഒരാളെ ഓടിച്ചു വിടുക എന്നുള്ളത് മാത്രവുമല്ല, നമുക്ക് ഈ എന്തെങ്കിലും ദോഷങ്ങൾ നമുക്കുണ്ടെങ്കിൽ, നമ്മൾ ദോഷങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ രോഗപീഠമായ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ദോഷങ്ങളെയൊക്കെ നമ്മൾ ഉച്ചാടനം ചെയ്യുക എന്ന് പറയും. ഉച്ചാടനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വേർപെടുത്തി കളയുക, അല്ലെങ്കിൽ പറഞ്ഞു വിടുക, പറഞ്ഞയക്കുക എന്നൊക്കെ പറയാമല്ലോ. അങ്ങനെ ബാധാദോഷങ്ങളെയൊക്കെ നമ്മൾ ഉച്ചാടനം ചെയ്യും. അങ്ങനെ അപ്പം ഇതാണ് ഉച്ചാടനം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തംഭനമാണ്. സ്തംഭനം എന്ന് പറയുന്നത് നമുക്ക് സ്തംഭിപ്പിക്കാൻ പറ്റും. സ്തംഭിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്തിനെ വേണമെങ്കിലും, അന്നത്തെ കാലത്തൊക്കെ നമുക്ക് ഈ സേനാസ്തംഭനം എന്ന് പറയുന്നത്, അതായത് ഒരു രാജ്യത്തിൻ്റെ സേന ഇങ്ങോട്ട് വന്നാൽ, യുദ്ധത്തിന് വേണ്ടി വന്നാൽ ആ സേനയെ തന്നെ നമുക്ക് സ്തംഭിപ്പിച്ച് നിർത്താൻ പറ്റും. കാരണം അവരെന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് പോലും അറിയാൻ മേലാത്ത രീതിയിൽ അവർക്കൊക്കെ സ്തംഭനം വരും. ഇതൊക്കെ മരുന്നുകൾ കൊണ്ടും മന്ത്രങ്ങളും കൊണ്ടും ചെയ്യുന്ന വിദ്യകളാണ്. അപ്പം സേനാസ്തംഭനം, ജലസ്തംഭനം, അഗ്നിസ്തംഭനം, ഇങ്ങനെ ഒരുപാട് സ്തംഭനങ്ങളുണ്ട്. അതുപോലെ അപ്പം നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കിപ്പം ഒരു സ്ഥാപനം, അല്ലെങ്കിൽ ഒരു കട, അതല്ലെങ്കിൽ ഒരു വീട്, അല്ലെങ്കിൽ ഒരു വ്യക്തി, ആരായാലും ഇപ്പോൾ ഒരു കടയൊക്കെ നമുക്ക് അടച്ചു പൂട്ടിക്കണമെങ്കിൽ ഈ സ്തംഭനം ചെയ്താൽ മതി. സ്തംഭനക്രിയ ചെയ്ത് കഴിഞ്ഞാൽ കടയൊക്കെ അടച്ചു പൂട്ടും, സ്ഥാപനമൊക്കെ അടച്ചു പൂട്ടിപ്പോയെന്ന് വരും. അപ്പോൾ അതുപോലെ തന്നെ ഒരു വ്യക്തിയെ നമുക്ക് സ്തംഭിപ്പിക്കാൻ പറ്റും. അങ്ങനെ സ്തംഭിപ്പിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുടി തൊട്ട് നഖം വരെ നമുക്ക് സ്തംഭിപ്പിക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ ഒരാളിൻ്റെ രൂപം കാഞ്ഞിരത്തടിയിലോ അല്ലെങ്കിൽ മാവ് കുഴച്ചിട്ടോ മണ്ണ് കൊണ്ടോ അയാളുടെ ചവിട്ടുന്ന സ്ഥലത്തെ മണ്ണെടുത്തിട്ടോ ഒക്കെ നമ്മൾ പ്രതിമകളുണ്ടാക്കി അതിനെ നമ്മൾ ചില ക്രിയകളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും അവർക്ക് സ്തംഭനം ബാധിക്കും. സ്തംഭനം എന്ന രോഗമായിട്ട് കാലിന് മുട്ടനങ്ങാൻ മേല, കഴുത്ത് അനക്കാൻ മേല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ മേല, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളുണ്ട്. ഇതിനെയാണ് സ്തംഭനം എന്ന് പറയുന്നത്. അപ്പം ഇനിയുള്ളത് മാരണമാണ്. മാരണം എന്ന് പറയുന്ന ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നുള്ളതാണ്. കൊന്നുകളയുക എന്നുള്ളത്. കാരണം ജീവിതത്തിൽ മനുഷ്യർക്ക് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും നാടിന് വേണ്ടി ഒരു ഗുണവുമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയൊക്കെ അന്നൊക്കെ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്ത് കളയുമായിരുന്നു. ഇതിനെയാണ് മാരണം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അങ്ങനെ ഒരു ക്രിയ ആർക്കെങ്കിലും വേണ്ടി ഇതുപോലെ തന്നെ ആൾരൂപം ഉണ്ടാക്കി നമ്മൾ അങ്ങനെയുള്ള ക്രിയകൾ ചെയ്താൽ ഒരാളെ നമുക്ക് 90 ദിവസത്തിനുള്ളിൽ കൊന്നു കളയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ക്രിയകളൊക്കെ ഉണ്ട്. ഇതാണ് മന്ത്രവാദം എന്ന് പറയുന്ന ക്രിയയിലുള്ള 6 വിദ്യകൾ. ഈ മന്ത്രവാദം എന്ന് പറയുന്ന 64 കലകളിലുള്ളൊരു കല തന്നെയാണ് മന്ത്രവാദം. അല്ലാതെ മന്ത്രവാദം എന്ന് പറയുന്ന ആഭിചാരം എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഒരു ദുഷ്പ്രവൃത്തിയായിട്ടൊന്നും ആരും ഇതിനെ കാണണ്ട. ഇതാണ് 6 രീതിയിലുള്ള മന്ത്രവാദം എന്ന് പറയുന്നത്. അപ്പം ഇനി വരും വീഡിയോകളിൽ നിങ്ങൾക്ക് മന്ത്രവാദത്തെക്കുറിച്ചും മനുഷ്യനും മന്ത്രവാദവും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഈ മന്ത്രവാദത്തെക്കുറിച്ചും അതിനുള്ള പരിഹാരങ്ങളെക്കുറിച്ചും അതൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് പുതിയ വീഡിയോയിൽ ഞാൻ അടുത്ത വീഡിയോകളിൽ നിങ്ങളെ സമീപിക്കുന്നതാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.